Hi all, welcome back to XNY Learning. Class 9th അഡ്വാൻസ്ഡ് മാത്സ്, അഡ്വാൻസ്ഡ് സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പുതിയ സബ്ജക്ട്സ് CBSE ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം പലരും അറിഞ്ഞിട്ടുണ്ടാവും. യെസ്, അപ്പോൾ പല പാരൻസും പല സ്റ്റുഡൻസും സംശയങ്ങൾ അല്ലെങ്കിൽ കൺസേൺസ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു അഡ്വാൻസ്ഡ് മാത്സ് എന്താണെന്നുള്ള കാര്യവും, അതേപോലെ ഇത് ഞാൻ അഡ്വാൻസ്ഡ് മാത്സ് ഒപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ ഇത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ റേസ് ചെയ്തിരുന്നു. സോ ആ എല്ലാ സംശയങ്ങൾക്കും ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് അഡ്വാൻസ്ഡ് മാത്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സയൻസ് എന്നുള്ള കാര്യങ്ങളും ആ ഒരു ഇത് ആരൊക്കെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഒപ്റ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ബെനിഫിഷ്യൽ ആവുക എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു സിലബസിൽ കവർ ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സാംസ് ഉണ്ടാവുക, അതിനെക്കുറിച്ച്, അതായത് അഡ്വാൻസ്ഡ് മാത്സ് അഡ്വാൻസ്ഡ് സയൻസിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തീർക്കുന്നതാണ്. റൈറ്റ്, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് അഡ്വാൻസ്ഡ് മാത്സ് അഡ്വാൻസ്ഡ് സയൻസ് എന്ന് പറയുന്നത്? അതൊരു എന്താണ്, നമ്മൾ നോർമലി സ്റ്റാൻഡേർഡ് ലെവൽ പഠിക്കുന്നതിന് പുറമെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കുട്ടികൾക്ക് കുറച്ച് ഡീപ്പ് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സ് ആണ് അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സ്റ്റാൻഡേർഡ് മാത്സും സയൻസും അവിടെ തന്നെ ഉണ്ടാവും. ബട്ട് അതിൻ്റെ പുറമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് അഡ്വാൻസ്ഡ് മാത്സ് എന്ന് പറയുന്നതും അഡ്വാൻസ്ഡ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ സയൻസും മാത്സും ഇനി പഠിക്കണ്ടല്ലോ എന്നൊന്നും ആരും വിചാരിക്കരുത്. എന്തായാലും സ്റ്റാൻഡേർഡ് മാത്സും അതേപോലെ സയൻസും അവിടെ തന്നെ ഉണ്ടാവും. അത് എല്ലാ കുട്ടികൾക്കും കമ്പൽസറി ആയിട്ട് ഉണ്ടാവും. അതിന് പുറമേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള നോളജ് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്വാൻസ്ഡ് ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സോ സയൻസോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ കോർ സിലബസ് അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഒരു ഡീപ്പർ അക്കാദമിക് ചലഞ്ച് സീക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഡ്വാൻസ്ഡ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. ആൻഡ് സ്റ്റാൻഡേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ബേസ് ലൈൻ കരിക്കുലം ഫോർ ഓൾ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസിനും സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് സയൻസ് അവിടെ ഉണ്ടാവും. അതേപോലെ ഓപ്ഷണൽ എക്സാം ഫോക്കസിങ് ഓൺ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആൻഡ് അനലിറ്റിക്കൽ അപ്ലിക്കേഷൻ, അതായത് ഹോട്ട്സ്, അതായത് നിങ്ങളുടെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അഡ്വാൻസ്ഡ് ലെവലിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് എക്സാമും അതേപോലെ അതിൻ്റെ അഡ്വാൻസ്ഡിൻ്റെ മാർക്ക് സ്ട്രക്ചറും നമുക്ക് നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളുടെ സ്റ്റാൻഡേർഡ് ലെവൽ നോർമലി നമ്മൾ ഓൾറെഡി ഉള്ള മാത്സും സയൻസിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours 80 marksൻ്റെ ഒരു 3 hour എക്സാം അവിടെ ഉണ്ടാവും. പക്ഷെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുമ്പോൾ അത് 1 hour ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, 2 എക്സാംസും നിങ്ങൾക്ക് ഉണ്ടാവും. അഡ്വാൻസ്ഡ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എക്സാം എന്തായാലും നിങ്ങൾ എഴുതണം, എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. പക്ഷേ അഡ്വാൻസ്ഡിൻ്റെ എക്സാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ഉണ്ടാവും. അത് 1 hour നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് ലെവൽ 80 marks ആണെങ്കിൽ അഡ്വാൻസ് ലെവൽ 25 marksനായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ ഇതിൽ വരുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലെവൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആ കോർ സ്റ്റാൻഡേർഡ് സിലബസ് തന്നെയാണ് ഉണ്ടാവുക. ആൻഡ് അഡ്വാൻസ് ലെവലിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടോപ്പിക്സും ഹോട്ട്സും ആയിരിക്കും. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ആ സിലബസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. അതേപോലെ തന്നെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ലെവൽ നിങ്ങളുടെ ആഫ്റ്റർ 9th ഉം 10th ഉം നടത്തുന്ന നോർമൽ ആ ഒരു ടൈമിംഗ് തന്നെ ആയിരിക്കും. നിങ്ങളുടെ സ്കൂൾ എങ്ങനെയാണോ നടക്കാറ് ആ ഒരു ടൈമിംഗ് തന്നെ ആയിരിക്കും. അഡ്വാൻസ്ഡ് ലെവലിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അവിടെയുണ്ട്. ആൻഡ് അഡ്വാൻസ്ഡ് ഓപ്ഷണൽ ആണെന്ന് പറയുന്നത് ആൻഡ് മെന്റ് ഫോർ സ്റ്റുഡൻറ് ഹു വിഷ് ടു സ്റ്റഡി അഡീഷണൽ ടോപ്പിക്സ് ബിയോണ്ട് ദ കോമൺ സിലബസ്. അങ്ങനെ അഡീഷണൽ ടോപ്പിക്സ് എടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സയൻസും മാത്സും ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും മോർ എന്തായിരിക്കുക, സൂട്ടബിൾ ആയിരിക്കുക അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. യെസ്, ഇനി അതിൻ്റെ നാച്ചുറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി നോക്കാം. മാത്തമാറ്റിക്സ് എല്ലാവർക്കും കമ്പൽസറി ആണ്, കോമൺ സ്റ്റാൻഡേർഡ് കണ്ടന്റ് ആണ്. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ 80 marksനാണ് എന്തുണ്ടാവുക, ഇത് നമ്മളുടെ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. സോ 80 marksനാണ് ഉണ്ടാവുക. അത് നോർമലി നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെയാണോ അതാണ് ഉണ്ടാവുക. മാത്തമാറ്റിക്സ് അഡ്വാൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ നോക്കി 25 markന് എക്സാം ഉണ്ടാവും. ആൻഡ് ബോർഡ് എക്സാമിനേഷൻ ക്ലാസ് 10 of 27 and 28 onwards 1 hour ഡ്യൂറേഷൻ ഓൾ ഹോട്ട്സ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ നിങ്ങൾ 9th പഠിക്കുന്ന ഈ അഡ്വാൻസ്ഡ് ലെവൽ മാത്തമാറ്റിക്സും സയൻസിൻ്റെ എക്സാം നിങ്ങൾക്ക് എപ്പോഴാണ് ഉണ്ടാവുന്നത് വെച്ചാൽ 10th നിങ്ങൾ, അതായത് അടുത്ത ഇയറിൽ 27-28 ഇയറിൽ അവിടുത്തെ ബോർഡ് എക്സാമിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഈ ഒരു അഡ്വാൻസ്ഡ് ലെവലിൻ്റെ എക്സാം അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുക 25 marksന് തന്നെയാണ്. ആൻഡ് അവിടെ ക്ലാസ് 10ൻ്റെ കൂടെയാണ് നിങ്ങൾ അടുത്ത ഇയറിലേക്ക് ക്ലാസ് 10ലേക്ക് എത്തുമ്പോൾ ക്ലാസ് 10 ബോർഡ് എക്സാംസിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഈ അഡ്വാൻസ്ഡ് എക്സാംസിൻ്റെ ടെസ്റ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. യെസ്, അപ്പോൾ ക്ലാസ് 9th നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് ക്ലാസ് 10th അവിടെ എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം.
അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ വളരെ ലോ റിസ്ക് ആണ്, ഓക്കെ, ഹൈ റിവാർഡാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും ഓപ്ഷണൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി, ആരും ചൂസ് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇത് ചൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഹയർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഡീപ്പ് കോൺസെപ്റ്റും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് മാത്സിലൊക്കെ +1 +2 സിലബസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. സോ ആ +1 +2ലേക്ക് ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടേക്കുള്ള ഒരു ഫൗണ്ടേഷനൊക്കെ നല്ല സെറ്റാക്കി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, ഇവിടുന്നേ പറ്റും. സോ റിസ്ക് ഇല്ല എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ ഒരു മാത്സ് ചൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എക്സാം ഇനി പാസ്സായില്ലെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ എക്സാം പാസ്സാവുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ എന്താണ് എക്സാം ക്ലിയർഡ് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് റിസ്ക് ഒന്നുമില്ല എന്ന് പറയുന്നത്. ഓക്കെ, മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദ അഡ്വാൻസ്ഡ് പേപ്പർ വിൽ നോട്ട് ബി ആഡഡ് ടു ദി ഓവറോൾ ബോർഡ്. മാർക്ക് ആഡ് ചെയ്യില്ല, പക്ഷേ നിങ്ങൾ എന്തേ ഉള്ളൂ, trying the advanced level carries absolutely zero risk of lowering the board exam percentage. So മാർക്ക് ആഡ് ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് എക്സാം പാസ് ആയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ മെൻഷൻ ചെയ്യും, അത്രയേ ഉള്ളൂ. റൈറ്റ്, അപ്പോൾ നല്ലൊരു റിവാർഡാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അഡ്വാൻസ്ഡ് ലെവൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. യെസ്, ദ 50% ത്രെഷോൾഡ് എന്ന് പറയുമ്പോൾ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% ആയിരിക്കണം. അതായത് നിങ്ങൾ 50% മാർക്ക് സ്കോർ ചെയ്താൽ മതി. 25 മാർക്കിനാണ് എക്സാം, അതിലൊരു 50% നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, മാർക്ക് ഷീറ്റ് ഡിസ്പ്ലേസ് അഡ്വാൻസ്ഡ് ലെവൽ സക്സസ്ഫുള്ളി ക്ലിയർഡ്, അങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക. എ വാല്യുബിൾ ക്രെഡൻഷ്യൽ ഫോർ അഡ്മിഷൻസ്. ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാലോ, the paper is completely omitted from the mark sheet, protecting the student from negative records. അപ്പോൾ നെഗറ്റീവ് റെക്കോർഡ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, റിസ്ക് ഒന്നും ഉണ്ടാവില്ല, നിങ്ങളെ മാർക്കിനെ ഒന്നും ബാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീപ്പ് നോളജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്ക് അവിടെ സബ്ജക്റ്റ് എന്താണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എങ്ങനെയാണ് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കറിയാം അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും അല്ലേ, 2 സബ്ജക്ട്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് മാത്സ് അഡ്വാൻസ്ഡ് സയൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സബ്ജക്ട്സും ചൂസ് ചെയ്യാതിരിക്കാം, രണ്ടും ചൂസ് ചെയ്യാതിരിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സ് ചൂസ് ചെയ്യാം, അഡ്വാൻസ്ഡ് സയൻസ് ചൂസ് ചെയ്യാതിരിക്കാം. മാത്സിലാണ് നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് മാത്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സ് ചൂസ് ചെയ്യാതെ അഡ്വാൻസ്ഡ് സയൻസ് മാത്രം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. രണ്ടും ഒരുമിച്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. എല്ലാ ടൈപ്പ് ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. യെസ്, സോ ഇതാണ് നിങ്ങളുടെ ഒരു ഏകദേശം ടൈം ലൈൻ വരിക. നിങ്ങൾക്ക് 26-27 അതായത് ഈ ഒരു അക്കാദമിക് ഇയറിൽ നമുക്ക് ഒഫീഷ്യലി ആ ഒരു അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് 27-28 എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ദ ന്യൂ 2 ലെവൽ സിസ്റ്റം എക്സ്റ്റെൻഡ് ടു ക്ലാസ് 10. ഇപ്പോഴാണ് ഒരു 2 ലെവൽ സിസ്റ്റം ആണത്, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു 2 ലെവൽ സിസ്റ്റം എന്ന് പറയാം. അതായത് സ്റ്റാൻഡേർഡ് ലെവലും ഉണ്ടാവും, അഡ്വാൻസ്ഡ് ലെവലും ഉണ്ടാവും. 2 ലെവലിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സാംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു 2 ലെവൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇയർ 26-27 ക്ലാസ് 9 ഇൻട്രൊഡ്യൂസ് ചെയ്തു. 27-28 ക്ലാസ് 10 എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് CBSE പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 28 ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ഫസ്റ്റ് ആക്ച്വൽ CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിനേഷൻ അണ്ടർ ദിസ് സിസ്റ്റം 28 നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് 9th-ലും 10th-ലുമായിട്ട് അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, സോ ഇമ്പോർട്ടൻറ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മാത്സ് ബേസിക് ഡിസ്കണ്ടിന്യൂഡ് ആയിരിക്കും. നമുക്കറിയാം ബേസിക് മാത്സും സ്റ്റാൻഡേർഡ് മാത്സും ആയിട്ട് 2 മാത്സ് ആയിട്ടായിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നത്. സോ അത് മാറിയിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സും അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് എന്നായിട്ടുണ്ട്. റൈറ്റ്, ആൻഡ് എന്താണ് ക്ലാസ് 10 സ്റ്റുഡൻസ് എന്തായിരിക്കും 26-27 സെഷൻ ക്യാൻ സ്റ്റിൽ ഓപ്റ്റ് ഫോർ മാത്സ് ബേസിക്സ് ആസ് ഫൈനൽ ട്രാൻസിഷൻ ഫേസ്. സോ ക്ലാസ് 10th കറൻ്റ്ലി ഉള്ള പോലെ തന്നെയാണ് ഉണ്ടാവുക, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ലാസ് 9th നമ്മൾ അഡ്വാൻസ്ഡ് മാത്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്റേണൽ അസസ്മെന്റ്സിൽ അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. ഓക്കെ, അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിചാരിച്ച് ഇന്റേണൽ അസസ്മെന്റ്സിന് അവിടെ ചേഞ്ചസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് അഡ്വാൻസ്ഡ് മാത്സിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ചൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞു ഹോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതായത് കോമ്പറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ ഈ ഒരു അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും ചൂസ് ചെയ്യുകയാണെങ്കിൽ. റൈറ്റ്, ഇനി ഞാൻ എന്താണ് ഇതിൻ്റെ സിലബസ് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് അഡ്വാൻസ്ഡ് മാത്സിനും അഡ്വാൻസ്ഡ് സയൻസിനും ഓൾറെഡി CBSE ഒഫീഷ്യലായിട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. യെസ്, ഇവിടെ ഇപ്പോൾ ഞാൻ
ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് www.cbse.government.in എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും CBSEൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ആ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ മെയിൻ വെബ്സൈറ്റ് എടുക്കാം, റൈറ്റ്. ആ മെയിൻ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതാ കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിലീസ് ഓഫ് CBSE കറിക്കുലം ഫോർ ദി അക്കാദമിക് സെഷൻ 26-27 എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസിൽ PDF ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ആ PDFൽ ഇതാ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. 4th പോയിന്റിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ കരിക്കുലം അല്ലെങ്കിൽ ക്ലാസ്സസിൻ്റെ PDF കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവിടെ മെയിൻ സബ്ജക്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതാ മാത്തമാറ്റിക്സ് അറ്റ് അഡ്വാൻസ്ഡ് ലെവൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡ്വാൻസ്ഡ് മാത്സിൻ്റെ PDF കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സയൻസ് അറ്റ് അഡ്വാൻസ്ഡ് ലെവൽ എന്ന് കൊടുത്തു കഴിഞ്ഞാലോ അവിടെ അഡ്വാൻസ്ഡ് സയൻസിൻ്റെയും PDF കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ അവിടെയുള്ള കൃത്യമായിട്ടുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ സെറ്റ്സ്, ലോഗരിതം, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, കോർഡിനേറ്റ് ജോമെട്രി, കോമ്പിനറ്റോറിക്സ്, എക്സ്പ്ലോറിംഗ് സം മോർ പ്രോഗ്രഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6 ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് എന്താണ് പ്ലസ് വൺ പ്ലസ് ടു ഹയർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന മാത്സ് കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴേക്ക് പോയാൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സയൻസിൻ്റെ കേസിലും കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ്. യെസ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു PDF-ലേക്കുള്ള ആക്സസ് കിട്ടുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സോ ഒന്നുകൂടെ പറയാം, ആരാണ് ഇത് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ NCERT തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു നീറ്റ് JEE അല്ലെങ്കിൽ അതേപോലത്തെ കോമ്പറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനായിരിക്കും മോർ സൂട്ടബിൾ ആയിട്ടുണ്ടാവുക. അവരാണ് ഇത് എന്തായാലും ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയുള്ള സ്റ്റുഡൻസിനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിൽ നിങ്ങളൊരു കരിയർ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, സയൻസിൽ കരിയർ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് മാത്സ്, അഡ്വാൻസ്ഡ് സയൻസ് എന്നീ സബ്ജക്ട്സ് ചൂസ് ചെയ്യുക. ഓക്കെ. സോ ഈ രണ്ട് ഏരിയാസിലും അങ്ങനെ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആൾക്കാർ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർ വെറുതെ ചൂസ് ചെയ്ത് ഓവർ ബേർഡൻ ആവേണ്ട ആവശ്യവുമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ അത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് അഡ്വാൻസ്ഡ് മാത്സ്, സോ ആരൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ സിലബസിനെ കുറിച്ചും ഒരു ഐഡിയ തന്നിട്ടുണ്ട്. സോ കൃത്യമായിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ വിചാരിക്കുക, ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കോമ്പറ്റീവ് എക്സാംസിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും ചൂസ് ചെയ്യുക എന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. സോ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.